നമസ്കാരം. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ലഹരി മാഫിയയും മതതീവ്രവാദ ചിന്താഗതികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്. കോഴിക്കോട് മുക്കത്ത് നടന്ന 2.25 കിലോ MDMA വേട്ട ഒരു സാധാരണ പോലീസ് നടപടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതൊരു വലിയ ഗൂഢാലോചനയുടെ വെറും തുടക്കം മാത്രമാണ്. മുക്കം മാങ്ങാപ്പൊയിൽ സ്വദേശി ഖദീജയുടെ അറസ്റ്റോടെ ലഹരി വ്യാപാരത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എവിടേക്കാണ് നീളുന്നതെന്ന് കേരളം ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്. ഏപ്രിൽ 2-ാം തീയതിയാണ് കേസിന്റെ ഗതി മാറ്റിയ ആ നിർണായക സംഭവം നടക്കുന്നത്. മുഹമ്മദ് ഹനീഫ എന്ന വ്യക്തി 17 ഗ്രാം MDMAയുമായി പോലീസിന്റെ പിടിയിലായപ്പോൾ ഇതൊരു ചെറിയ തട്ടിപ്പാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഹനീഫയുടെ വാടക വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡ് കേരളത്തെ തന്നെ ഞെട്ടിച്ചു കഴിഞ്ഞു. 2 കിലോഗ്രാമിലധികം MDMAയാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ ജീവിതം നശിപ്പിക്കാൻ പ്രാപ്തമായ ഈ മാരക ലഹരി വസ്തുക്കൾ എവിടെ നിന്ന് വന്നു? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ കേസിലെ മറ്റൊരു പ്രധാന കണ്ണിയായിരുന്നു ബേപ്പൂർ സ്വദേശിനി റൈഹനത്ത്. മയക്കുമരുന്ന് കടത്തിനും മറയായി ഇവർ ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങൾ വളരെയധികം ലളിതമായിരുന്നു. ഡൽഹി, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് വൻതോതിൽ ലഹരിമരുന്ന് കേരളത്തിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു ഹനീഫ. ഇത്രയും വലിയൊരു ശൃംഖലയെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ ഹനീഫയ്ക്ക് കഴിയില്ലെന്നത് വ്യക്തം. ഇതിനു പിന്നിൽ വലിയൊരു സംഘത്തിന്റെ പിന്തുണയും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാമ്പത്തിക സഹായവും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതി പിടിയിലായ ശേഷം ട്രെയിൻ മാർഗം തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ മുഹമ്മദ് ഹനീഫ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചത് എവിടെ നിന്നാണ്? ആരാണ് ഇയാൾക്ക് കർണാടകയിലേക്ക് കടക്കാനുള്ള സുരക്ഷിത പാത ഒരുക്കി കൊടുത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഖദീജ എന്ന ഫാഷൻ ഡിസൈനറുടെ അറസ്റ്റിലൂടെ പുറത്തു വരികയാണ്. ഹനീഫ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട കാലയളവിൽ പല ഘട്ടങ്ങളിലായി 1.5 ലക്ഷത്തോളം രൂപയാണ് ഖദീജ ഇയാൾക്ക് കൈമാറിയത്. ഫാഷൻ ഡിസൈനിങ് എന്ന മാന്യമായ തൊഴിലിന്റെ മറവിൽ ഇവർ നടത്തിയിരുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിംഗ് ആണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ മാന്യരായി വേഷം കെട്ടി നടക്കുന്ന ഇത്തരം ജിഹാദി ഏജന്റുമാരെ തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഖദീജ എന്തിനാണ് മയക്കുമരുന്ന് കടത്തുകാരന് പണം നൽകിയത്? ഇതിനു പിന്നിൽ വർഗീയ അജണ്ടയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലഹരി മാഫിയയുടെ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കി മത തീവ്രവാദത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. ഈ ബാങ്ക് അക്കൗണ്ടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇനിയും വലിയ പേരുകൾ പുറത്തുവരും. ഹനീഫയും ഖദീജയും തമ്മിലുള്ള ബന്ധം കേവലം സൗഹൃദത്തിന് അപ്പുറമുള്ള ഗൂഢാലോചനയാണ്. ഈ പണമിടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയാൽ ലഹരി മാഫിയയുടെ മുകൾ തട്ടിലുള്ളവരെ കണ്ടെത്താൻ കഴിയും. മലബാർ മേഖലയിൽ ലഹരി വിൽപ്പന നടത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ഇസ്ലാം മത തീവ്രവാദ മനോഭാവമുണ്ട്. യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കി അവരുടെ ചിന്താഗതിയെ തകർത്ത് തീവ്രവാദ ആശയങ്ങൾ കുത്തിവെക്കുക എന്നതാണ് ഇവരുടെ രീതി. ഇത് കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കം കൂടിയാണ്. മുക്കത്തെ ഈ MDMA വേട്ട അതിന്റെ ഒരു അറ്റം മാത്രമാണ്. ജിഹാദികളായ ലഹരി മാഫിയ വിതയ്ക്കുന്ന വിത്തുകൾ വെറുമൊരു നിയമലംഘനം മാത്രമല്ല, നമ്മുടെ തലമുറയെ ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായൊരു സാമൂഹിക അട്ടിമറിയാണ്. മുക്കത്തെ MDMA വേട്ടയിൽ അറസ്റ്റിലായ ഖദീജയും മുഹമ്മദ് ഹനീഫയും സമൂഹത്തിൽ പുകമറകൾ സൃഷ്ടിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ജിഹാദി ശൃംഖലയുടെ ആസൂത്രിത കണ്ണികളാണ്. ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മാത്രമാണെന്ന് കരുതുന്നത് വലിയ അബദ്ധമാണ്. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ലഹരി തീവ്രവാദ ബന്ധങ്ങളുമുണ്ട്. യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കി അവരുടെ ചിന്താശേഷിയെ മരവിപ്പിക്കുക വഴി ഒരു വലിയ വിഭാഗത്തെ സാമൂഹികമായി നിർവീര്യമാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇവിടെ നടക്കുന്നത്. പോലീസിനെ വെട്ടിച്ചു കടന്നുകളയാൻ ഹനീഫ കാണിച്ച ആത്മവിശ്വാസം സൂചിപ്പിക്കുന്നത് തങ്ങളെ രക്ഷിക്കാൻ വലിയൊരു രാഷ്ട്രീയ മതപരമായ പിന്തുണ സംഘം പിറകിലുണ്ട് എന്ന തികഞ്ഞ ബോധ്യം അവനുണ്ട് എന്ന് തന്നെയാണ്. ഫാഷൻ ഡിസൈനിങ് പോലുള്ള മാന്യമായ തൊഴിൽ മേഖലകളെ പോലും തങ്ങളുടെ കുറ്റകൃത്യങ്ങൾക്ക് മറയാക്കാൻ ഇവർക്ക് മടിയില്ല എന്നത് സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെയധികം വലുതാണ്. ലഹരിയുടെ പണം കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അരാജകത്വത്തിനും ഫണ്ടിങ് നടത്തുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള വെല്ലുവിളിയായി മാറുന്നു. ഇത്തരക്കാർ പിടിയിലാകുമ്പോൾ പോലും വലിയ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പണ്ടേ പതിവായതാണ്. എന്നാൽ ഇത്തവണ MDMA വേട്ടയുടെ വ്യാപ്തിയും അതിൽ പുറത്തുവരുന്ന സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും പരിശോധിച്ചാൽ നിയമം കടുപ്പിച്ചേ തീരൂ എന്ന് വ്യക്തമാണ്. ലഹരി മാഫിയയെ സംരക്ഷിക്കുന്ന ജിഹാദി ശക്തികളെ തുറന്നു കാട്ടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പല മാധ്യമങ്ങളും ഭയപ്പെട്ട് മിണ്ടാതിരിക്കുമ്പോഴും സത്യം വിളിച്ചു
പറയുക എന്ന ഉത്തരവാദിത്തം നാം നിറവേറ്റണം. ലഹരി വിൽപ്പന എന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ തകർക്കാനുള്ള ഒരു ജിഹാദി അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ പ്രതിരോധം ആരംഭിക്കുന്നത്. മുക്കത്തെ MDMA കേസിൽ പുറത്തുവരുന്ന ഓരോ വിവരവും വിരൽ ചൂണ്ടുന്നത് ലഹരിയും തീവ്രവാദ ഫണ്ടിങ്ങും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിലേക്കാണ്. ഖദീജയുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു ചെറിയ ലഹരി കച്ചവടമല്ല, വലിയൊരു സാമ്പത്തിക ഭീകരതയുടെ ഭാഗമാണെന്ന് ആർക്കും ബോധ്യപ്പെടും. പ്രതികൾ ഒളിവിൽ കഴിയാൻ ലക്ഷക്കണക്കിന് രൂപ നൽകുന്നത് തങ്ങളുടെ നെറ്റ്വർക്കിനെ സംരക്ഷിക്കാനുള്ള നിക്ഷേപമാണ്. ലഹരി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മതതീവ്രവാദ പ്രചാരണങ്ങൾക്കും വേണ്ടി തിരിച്ചുവിടുന്നെന്ന കണ്ടെത്തൽ അത്യന്തം ഗൗരവകരമാണ്. നമ്മുടെ നാട്ടിലെ ലഹരി മാഫിയകൾക്ക് കർണാടകയിലും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലും ലഭിക്കുന്ന സഹായങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്കൊരു സംഘടിത സ്വഭാവമുണ്ട് എന്ന് തന്നെയാണ്. ഈ കേസിലെ പ്രതികൾക്ക് കിട്ടുന്ന നിയമസഹായങ്ങളും പുറത്തുനിന്നുള്ള പിന്തുണയും പരിശോധിച്ചാൽ ഒരു ജിഹാദി ഗൂഢാലോചനയുടെ ഗന്ധം ശക്തമാണ്. പല കേസുകളിലും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതും പിന്നീട് അവർ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും ഇതിന്റെ ഭാഗമാണ്. ലഹരി മാഫിയകൾ തങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ ഫാഷൻ, ഇവന്റ് മാനേജ്മെന്റ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടങ്ങിയ മേഖലകളെ വ്യാപകമായി ഉപയോഗിക്കുന്നു. മാന്യമായ വേഷവും സൗന്ദര്യബോധവും ഉള്ളവർ ഇത്തരം മാഫിയകൾക്ക് മുഖംമൂടിയായി പ്രവർത്തിക്കുമ്പോൾ സാധാരണക്കാരായ യുവാവ് പെട്ടെന്ന് ഇവരിൽ വീഴുന്നു. ഇത് തടയാൻ എക്സൈസ് വകുപ്പിനും പോലീസിനും മാത്രം കഴിയില്ല. സമൂഹത്തിന്റെ വലിയൊരു ജാഗ്രതയും അനിവാര്യമാണ്. എന്തുകൊണ്ട് ലഹരി മാഫിയകളെ രാഷ്ട്രീയക്കാർ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇത്തരം ലഹരി ജിഹാദി ശക്തികൾക്ക് ലഭിക്കുന്ന സംരക്ഷണം അവർക്ക് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ധൈര്യം നൽകുന്നു. സാമ്പത്തിക ഭീകരതയുടെ വേരുകൾ കണ്ടെത്തി അത് അറുത്തുമാറ്റാതെ കേരളത്തിലെ ലഹരി മാഫിയയെ പൂർണ്ണമായും തകർക്കാൻ കഴിയില്ല. ഖദീജയുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ ഓരോ രൂപയുടെയും ഉറവിടം അന്വേഷിച്ചാൽ കേരളത്തിലെ പല ഉന്നതരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. ഈ കേസ് ലഹരി വിരുദ്ധ പോരാട്ടത്തിനേക്കാൾ ഉപരിയായി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു. ലഹരിയുടെ അടിമകളായി മാറുന്ന നമ്മുടെ മക്കൾ തീവ്രവാദികളുടെ കരുക്കളായി മാറുകയാണ്. മുക്കത്തെ മരുന്നുവേട്ട വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ യുവാക്കളെ ലക്ഷ്യം വെച്ചിട്ടുള്ള കൃത്യമായൊരു സാമൂഹിക നാശത്തിന്റെ ചിത്രം കൂടിയാണ്. ലഹരി മരുന്ന് വിതരണക്കാർ പലപ്പോഴും ഇത്തരം ജിഹാദി ചിന്താഗതിക്കാരായ സംഘങ്ങളുടെ ഭാഗമാണ്. അവർ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ലഹരിയിൽ മയങ്ങുന്നവനെ ഏത് മാർഗത്തിലൂടെയും വഴിതെറ്റിക്കാൻ എളുപ്പമാണ് എന്നതാണ് ഇവരുടെ വിജയം. എന്തുകൊണ്ടാണ് മലബാർ മേഖല കേന്ദ്രീകരിച്ച് ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന ചോദ്യത്തിന് പിന്നിൽ വ്യക്തമായ ഉത്തരമുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ശൃംഖലകൾക്ക് ഈ ലഹരി മാഫിയകളുമായി അവിഭാജ്യമായ ബന്ധമാണുള്ളത്. ലഹരി ഉപയോഗം വഴി ഉണ്ടാകുന്ന മനോരോഗങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും കുടുംബങ്ങളെ തകർക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത് ഈ ജിഹാദി ശക്തികളാണ്. നമ്മുടെ വീടുകൾ സുരക്ഷിതമല്ല എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്ന ഇത്തരം വിപത്തുകൾ നിശബ്ദമായി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ നിശബ്ദത വെടിഞ്ഞ് ശക്തമായ നിലപാടെടുക്കാൻ പൊതുസമൂഹം തയ്യാറാകണം. മതപരമായ പരിവേഷം നൽകി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പതിവ് ശൈലി ഇവിടെ മാറ്റണം. ഖദീജയെ പോലെയുള്ളവർ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ലേബലിൽ നടത്തുന്ന ഈ നാടകം അധികകാലം നീണ്ടു നിൽക്കില്ലെന്ന് പോലീസ് നൽകുന്ന സൂചനകൾ ആശ്വാസകരമാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നത് ഒരു വലിയ വിപ്ലവമായി മാറേണ്ട സമയമാണിത്. ലഹരി മാഫിയയെയും അവരെ പിന്തുണയ്ക്കുന്ന ജിഹാദി ശക്തികളെയും ഒറ്റപ്പെടുത്തുകയും നിയമത്തിന്റെ മുന്നിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം. നമ്മുടെ വരും തലമുറയെ ലഹരിയുടെയും മതതീവ്രവാദത്തിന്റെയും പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ആരും പറയാൻ മടിക്കുന്ന സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയണം. ഈ കേസിൽ പ്രതികൾക്ക് ലഭിക്കുന്ന ജാമ്യവും പുറത്തുവരുന്ന ഉന്നത ബന്ധങ്ങളും പരിശോധിച്ചാൽ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം ഇനിയെങ്കിലും ഗൗരവമായി എടുത്തില്ലെങ്കിൽ കേരളം ഒരു ലഹരി ജിഹാദി കേന്ദ്രമായി മാറുമെന്നതിൽ സംശയമില്ല. ഇവർക്ക് പല രാഷ്ട്രീയ സ്വാധീനങ്ങളുമുണ്ട്. ഉന്നതരായ ചിലർക്ക് ഇവർ സാമ്പത്തിക ലാഭം നൽകുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ പോലീസിനും അന്വേഷണ സംഘത്തിനും പലപ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നത്. പ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തണമെന്നും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ഉടമകളെ കണ്ടെത്താൻ കഴിയൂ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ജിഹാദി ലഹരി നീക്കങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ഓരോ വിവരവും കേരളത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ കേസിനെ കുറിച്ചുള്ള തുടരന്വേഷണ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.